എൻ്റെ പേര് അനുപമാനിൽ. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ഓയിൽ നിന്നാണ്. കറൻ്റ്ലി എനിക്ക് 26 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 12th കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതായിരുന്നു. ഇൻ കേരള യൂണിവേഴ്സിറ്റി ഫിസിക്സ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നോ അറിയില്ല, കുറച്ച് ഉഴപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട്, ആ സമയത്ത് കുറച്ച് ഉഴപ്പും കാര്യങ്ങളായിരുന്നതുകൊണ്ട് എനിക്ക് ആ ഡിഗ്രി ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. കുറേ ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്ക്ലോഗ്സ് ഒന്നും കറക്റ്റ് ടൈമിൽ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഉഴപ്പ് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയാതിരുന്നത്. അങ്ങനെ ഡിഗ്രി ഡ്രോപ്പായി പോവുകയായിരുന്നു. പിന്നീട് ഒരു രണ്ടര വർഷത്തേക്ക് ബ്രേക്കിലായിരുന്നു. ബ്രേക്ക് കഴിഞ്ഞ് ഒരു 23-24 വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്കൊരു ബോധം ഉണ്ടായി തുടങ്ങിയത്. എന്തെങ്കിലുമൊക്കെ പഠിച്ച് നേടണം, എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്നൊരു ബോധം ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ എക്സാംസിനെ പറ്റിയൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോഴാണ് PSC, SSC, UPSC അങ്ങനെയുള്ള എക്സാംസിനെയൊക്കെ പറ്റി അറിയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു പോസ്റ്റിലോട്ട് എത്തിപ്പെടാൻ ഉള്ള എക്സാംസിനെല്ലാം അവർ ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു. അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കസിനെ കോൺടാക്ട് ചെയ്തു. ഒരു ഓൺലൈൻ ഡിഗ്രി എടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിച്ചത്. അവളോട് ചോദിച്ചു. അപ്പോൾ കസിൻ പറഞ്ഞത് ഓൺലൈനായിട്ട് ഡിഗ്രി എടുക്കാനാണെങ്കിൽ ഇഗ്നോ ആണ് ബെസ്റ്റ് എന്ന്. അങ്ങനെ ഞാൻ ഇഗ്നോയിൽ കോൺടാക്ട് ചെയ്തു, അഡ്മിഷൻ എടുത്തു. ഇത് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങി. പക്ഷേ എനിക്ക് ഒന്നും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് കുറച്ച് ടഫായിട്ട് തോന്നി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഒരു ക്ലാസ് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് നോക്കി. അങ്ങനെയാണ് ഞാൻ ലേൺവേഴ്സിനെ പറ്റി അറിയുന്നത്. ലേൺവേഴ്സിൽ ജോയിൻ ചെയ്ത് എൻറോൾ ചെയ്തു. പിന്നീട് ക്ലാസ്സൊക്കെ കണ്ട് പോയി തുടങ്ങി. ലേൺവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കൊള്ളാം, അത്യാവശ്യം നല്ല ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെൻറ്റർ സപ്പോർട്ടും ഉണ്ട്. എല്ലാ ക്ലാസ്സും അടിപൊളിയായിട്ടാണ് പോണത്. എല്ലാം ഡൗട്ട്സ് എല്ലാം ഒരു ഡൗട്ടൊന്നും വരാത്ത രീതിയിലാണ് ക്ലാസ് എല്ലാം പോകുന്നത്. PYQs എല്ലാം എല്ലാ സെക്ഷനിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ഒരു 90% ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിയും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. PYQs റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതൊരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, ഡിഗ്രി എടുക്കണം. അത് കഴിഞ്ഞ് SSC, UPSC അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം, ക്ലിയർ ചെയ്യണം, ഒരു ജോബ് വാങ്ങണം. ഇതാണ് എൻ്റെ എയിം. ഓക്കെ, താങ്ക് യു.